എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അവസാനം വിക്രത്തിനെ അങ്ങനെ കിരണും കല്യാണിയും കൂടെ ചേർന്ന് പഞ്ഞിക്കീടാണ്. വിക്രം നാണം കെട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില് അവസാനം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അയ്യോ അവനെ ഒന്നും ചെയ്യല്ലേ മോനെ, ആ പാവാന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് കിരണും കല്യാണിക്ക് നല്ല ദേഷ്യം വന്നു. പാവാണ് മോനും. അമ്മൂമ്മേ എല്ലാരും കൂടെ ചേർന്നിട്ടാ ഈ വിധുവിനെ ആക്കി വെച്ചേ. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? കൊച്ചുമാരൻ നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് പകരം അവനെ ഇങ്ങനെ വഴി പഴിച്ചിട്ട് വിട്ടത് നിങ്ങളും നിങ്ങളുടെ ആ മകനും കൂടെ സൽപുത്രനും കൂടിയിട്ടാന്ന് പറയണം. ഇത് കേട്ടതും ഭാനുമതി അമ്മയുടെ വായിക്കകത്ത് നാവുണ്ടോന്ന് പോലും അറിയത്തില്ല. ഒരു നിമിഷം അവരൊന്നും മിണ്ടാ നിൽക്കുകയാണ്. പിന്നീട് കല്യാണി കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ ഇവനോടൊക്കെ സംസാരിക്കാൻ പോകുന്ന നമ്മളെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട്. ഇവനൊക്കെ എത്ര കിട്ടിയാലും നന്നാവില്ല, ഇനിയൊട്ടും നന്നാവും പോകുന്നു തോന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരണിന്റെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ഭാനുമതിയമ്മ പറഞ്ഞു, എടാ വിക്രം ഇനി എന്ത് ചെയ്യൂടാ? ഇപ്പൊ തന്നെ കണ്ടില്ലേ കുറെ പൈസയാന്ന് തോന്നുന്നേ ഹോസ്പിറ്റലില്. ഈ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. പൈസ അടയ്ക്കണമല്ലോ ഹോസ്പിറ്റലില്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് ആ പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്താ ഇവരുടെ ഇതും കൂടെ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലോന്ന് ഓർക്കുവാന്ന് പറയണം. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, എങ്ങോട്ട് പോവാനായിട്ടാ? അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റലായ സമയത്ത് ആ കല്യാണിയായിരുന്നു. പക്ഷേങ്കില് ഈ തവണ കല്യാണി നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കല്യാണിക്ക് നമ്മളോട് ദേഷ്യപ്പെടാ മോനെ. ഇനിയിപ്പൊ നമ്മൾ പണത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ? ആരുടെയും ചോദിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഭാനുമതി അമ്മയ്ക്ക് ആകെപ്പാടെ സമുദ്രറ്റുന്ന പോലെ തോന്നി. കാരണം പ്രകാശനകത്ത് കിടക്കുക. പ്രകാശൻ ഇനിയും മെഡിസിനും കാര്യങ്ങളും എല്ലാം വാങ്ങണം, ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം. പക്ഷെ അതിനൊന്നും കയ്യിൽ ഒരു 5 പൈസ പോലും ഇല്ല. ആ സമയം കാർത്തിക ലക്ഷ്മി അമ്മേനെ കാണാനായിട്ട് ചെല്ലുവാണ്. പിന്നീട് ലക്ഷ്മി അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, അതെ ഇപ്പൊ പ്രകാശിന് ഇങ്ങനെ കിടക്കുക. പക്ഷെ ഇതിനേക്കാളൊരു അവസ്ഥയല്ല നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്കറിയാലോ. കാരണം ചെന്നൈയിലുള്ള ഒരു പ്രശ്നമുണ്ട് അവരുടെ മനസ്സിൽ കിടപ്പ്. ഇതുവരെയായിട്ടും അത് കിരണിനോടോ കല്യാണിയോടോ ആരോടും ഇന്നുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ആ പ്രശ്നം എന്താന്ന്. അത് ഇതിനേക്കാളും രൂക്ഷമായിട്ടൊരു പ്രശ്നമാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് ഇരിപ്പ്. കാരണം അവിടെ നിന്ന് ആരെങ്കിലും തങ്ങളെ അന്വേഷിച്ച് വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ അവർ ഭയക്കുന്നുണ്ട്. ചെന്നൈയിലുള്ള ആരെയും ഇവർ ഭയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു കാര്യം ഇവരെ അലട്ടുന്നുണ്ട്. ഈ സമയം കാർത്തി പറഞ്ഞ അമ്മ പറഞ്ഞ് ശരിയാണ്. ഇനി ഏത് നിമിഷം എന്ത് സംഭവിക്കാം. എന്റെ മനസ്സിൽ ഒരു നെരിപ്പോട ഇങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ പ്രകാശൻ എന്ന് പറഞ്ഞ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷെ പ്രകാശനെ ഒതുക്കുന്ന പോലെ അല്ല നമ്മള്. ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ മോളെ, നമുക്ക് കിരണിനോടും കല്യാണിയോടും സത്യങ്ങളൊക്കെ തുറന്നു പറയാം. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം. അത് ശരിയാമേ. ഒരു പക്ഷെ അവർക്ക് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റിയിരിക്കും. അവർക്കോ പറ്റത്തുള്ളൂ എന്ന് പറയാം. അത് ശരിയാ. എന്റെ മോൾക്ക് ഒരു തുണ ഇനി ഇപ്പൊ അവരുണ്ടായിരിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എന്റെ മോൾക്ക് അവരുണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, ദേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. അല്ല മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ്. എനിക്കറിയാലോ എന്റെ മോൾക്ക് ഇപ്പൊ എല്ലാരും ഉണ്ട്. മുമ്പായിരുന്നെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിയില്ല. കാരണം നിനക്ക് കല്യാണി കിരണ് അങ്ങനെ ബന്ധുക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. ഇങ്ങോട്ട് വന്ന് നമ്മൾ എന്തുകൊണ്ട് നന്നായെന്നൊക്കെ പറയണം. അവരുടെ മനസ്സിൽ അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയുണ്ട്. ആ അഗ്നി ഒന്ന് ശമിപ്പിക്കണമെങ്കിൽ, ആ അഗ്നി ഒന്ന് കെടുത്തണമെങ്കിൽ അതിന് കിരണിനും കല്യാണിക്കും ഒക്കെ പറ്റുള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയം വിക്രം ആകെപ്പാടെ സമനില ഏറ്റ പോലെയായിരുന്നു. വിക്രത്തിനാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വിക്രം നേരെ പോകുന്നത് ദീപേനെ കാണാനായിട്ടാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിയും ഒക്കെ അങ്ങോട്ട് ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വിക്രത്തിന്റെ വരവ് അങ്ങോട്ട്. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപ അവിടെ നിപ്പുണ്ടായിരുന്നു. ദീപേനെ കണ്ടതും വിക്രം അങ്ങോട്ട് വരും. ഓഹോ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വന്നേന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ദീപ ചോദിച്ചു, അല്ല അതിന് നീ ആരാ, നീ എന്തിനാ എന്നെ കാണുന്ന ചോദിക്കോ. ഓ ഞാനാരാ നിനക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ മനസ്സിലാവാനാ? നീ കോടതിയെ വെച്ച് പറഞ്ഞൊന്നും ഇതിലായിട്ട് ഞാൻ മറന്നിട്ടില്ലെന്ന് പറയാണ്. അല്ല നിങ്ങളുടെ ഭർത്താവ് അടുത്ത ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഭർത്താവോ? ആരുടെ ഭർത്താവ്? അയാൾ എന്റെ ഭർത്താവോ? അതൊക്കെ പണ്ട്, ഇപ്പോഴങ്ങനെയല്ലോ എന്ന് പറയാണ്. പിന്നെ നീ എന്റെ മോനാന്ന് പറഞ്ഞ് വല്ലതും പറയാണെങ്കിൽ, അല്ല എനിക്ക് ഇങ്ങനെ ഒരു മോനും ഇല്ല, ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരുവാൻ വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങളുടെ മോനെന്നും പറഞ്ഞു വരണം. നല്ല കഥയെ അത് ഈ ജന്മത്തുണ്ടാവില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ ദീപ പറഞ്ഞു, അല്ലേലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. നിന്നെ ഞാൻ പണ്ടേ പടിയടിച്ച് പിണ്ടം വെച്ചാ അറിയാലോ. ഇനി എന്റെ മനസ്സിൽ പോലും നിനക്ക് സ്ഥാനമില്ല. ഉണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ, ആ കോടതി കയറുന്നതിന് മുമ്പ് തന്നെ. പക്ഷേങ്കില്
ഒരമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത പല വൃത്തികേടുകളാണ് നീ അന്ന് പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിനക്കോ നിന്റെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛനുണ്ടല്ലോ, അയാൾക്കോ എന്തായാലും സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങോട്ട് വരേണ്ട കാര്യം പോലും ഇല്ല. അത് കേട്ടത് വിക്രം പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരെ കണ്ടേ കിടന്ന് വിളിക്കുന്നതെന്ന്. നിങ്ങളുടെ മകളെ മരുമോനം കണ്ടല്ലേ? അതേടാ, എന്റെ മകളെ മരുമോനം കണ്ട, അല്ല നിന്നെ കണ്ടേനെ അഹങ്കരിച്ചിട്ടില്ല. എനിക്ക് എന്റെ കാര്യമില്ലെന്ന് പറയണം. നിന്നെ പോലെ ഒരുത്തനെ പ്രസവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോ വേദനിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിലും പെറ്റമ്മയുടെ ശാപം കൊണ്ട് അതേ കാലം നിനക്ക് മുന്നോട്ട് സുഖിച്ച് ജീവിക്കാൻ പറ്റില്ലടാ. അന്ന് മാത്രമേ എന്റെ കണ്ണീന്ന് കണ്ണീരല്ല ചോര അന്ന് പൊടിഞ്ഞതെന്ന് പറയാം. ഇത്രയും കാലം നീ ചെയ്തൊക്കെ ഞാൻ സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്തു. പക്ഷെ അന്നത്തോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായടാന്ന് പറയണം. എന്നാലും ഒരിക്കലും ഒരു അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് എങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നടാന്ന് പറയണം. അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടെ ഇറങ്ങി വരുവാണ്. ഓഹോ, രണ്ടുപേരും ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ചോദിക്കും. പെട്ടെന്ന് കിരൺ പറഞ്ഞു, നിനക്ക് കിട്ടിയതൊന്നും പോരാടാന്ന് ചോദിക്കാം. ദേ ഇവിടെ വന്ന് കിടന്നിനെ അഭ്യാസം എടുത്താണ്ടല്ലോ, നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുവാണെന്ന് പറയണം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, വാഴ വെട്ടിക്കൊല്ല, ഇപ്പോഴാണ് നല്ല സൗകര്യമാന്ന് പറയണം. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, ഇവനെയൊക്കെ എന്തിനാ തീർക്കണേ? ഇവനൊക്കെ അല്ലെങ്കിൽ നരകിച്ച് ചാവാനുള്ളതാ. ഇവനെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇവനങ്ങ് രക്ഷപ്പെട്ടു പോകും. അത് പോരാ, ഇവനൊക്കെ നരകിക്കണം. ഇവന്റെ അച്ഛമ്മയും പിന്നെ ഇവന്റെ അച്ഛനും ഒക്കെ നരകിച്ച് ചാവാനുള്ളവരാ. പെട്ടെന്നൊന്നും അങ്ങനെ മരിക്കരുത്. ഇത്ര നാളും ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കിരണേട്ടാ, പക്ഷെ ഇപ്പൊ പറയേണ്ടതായിട്ട് വന്നു. കാരണം ഇവരുടെ കയ്യിരിപ്പോണ്ടാ. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ഇവൻ ചെയ്തേ. ഇവൻ സ്വന്തം അമ്മേനെ ഒറ്റിക്കെടുത്തു. പിന്നെ ഇവന്റെ ആദ്യ ഭാര്യേനെ ഇവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. അതും പോരാത്തന്നെ അവരുടെ ഭർത്താവിനെ ചെയ്തേ. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് പെരുത്ത് കയറുന്നുണ്ട്. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, നീ ആരാന്ന് എനിക്ക് അറിയാടി. ഇവന്റെ പണത്തിന്റെ ഹുങ്ക് കണ്ടല്ല നീ ഇത്ര കിടന്ന് അഹങ്കരിക്കുന്നേ. നീ അധികം അഹങ്കരിക്കൊന്നും വേണ്ട. നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാന്ന് പറയണം. പിന്നീട് ദീപയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നിങ്ങള് ഈ പുഞ്ഞരിച്ച് വളർത്തുന്ന നിങ്ങളുടെ മോളും ഈ മരുമോനും ഉണ്ടല്ലോ, അധികം വൈകാതെ തന്നെ കണ്ടു. അവറ്റുകളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടും. നിങ്ങളെ കൊണ്ട് ഞാൻ തന്നെ പിണ്ടം വയ്പ്പിക്കും. നിങ്ങളത് കാണുമെന്ന് പറയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് അലറി വിളിച്ച് കരയുന്ന കാഴ്ച ഞാൻ കാണുമെന്ന് പറയാ. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അതേടാ, അങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ട നീ നോക്കിയിരിക്കുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ, നീ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. എന്നിട്ട് നിന്റെ അച്ഛനെ നീ പോയി വായിക്കരയിടുക, അല്ലാതെ ഇവിടെ അല്ല നിൽക്കണ്ടേ എന്ന് പറയാണ്. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, കിരണേട്ടാ അവനോടൊക്കെ പറയുന്നേക്കാളും ഭേദം വേറെ മിണ്ടായിരിക്കണ. ഇവന് കഴിഞ്ഞ കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പോയിരുന്നു. എന്നിട്ട് എന്തായി ഒടുക്കം ഈ പരുവായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവനെയൊക്കെ അടിച്ചോടിക്കണ സമയം പണ്ടേ കഴിഞ്ഞാ. നിനക്ക് നാണം ഉണ്ടെന്ന് ഇങ്ങോട്ട് കയറി വരുവാന്ന് ചോദിക്കും. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് പറയണം. അവസാനം വിക്രം നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാ. വിക്രത്തിന് വേറെ നിവൃത്തിയില്ല. വിക്രം പോരുന്ന വഴിക്ക് വിക്രത്തിന് മനസ്സിൽ എങ്ങനെ പണം ഉണ്ടാക്കണം, ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നങ്ങ് വരുന്ന സമയത്താണ് വഴിക്ക് വെച്ച് രൂപേനെ കാണുന്നത്. രൂപ നോക്കിയപ്പോഴത്തേനും വിക്രം അങ്ങോട്ട് വരുന്ന കണ്ടു. രൂപയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അവർ രൂപ വെച്ചു, അല്ല എന്താ വിക്രം എന്ന് ചോദിക്കണം. അപ്പൊ വിക്രത്തിന്റെ മനസ്സിൽ ഇപ്പൊ രൂപയ്ക്ക് കിരണിനോടും കല്യാണിനും ദേഷ്യം ഉണ്ടെന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ. അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്താ? അതെ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു പറയാണ്. പൈസയുടെ ആവശ്യം? അതെ, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ ആ കിരണിനെയും കല്യാണിയെ കണ്ടിട്ടാ വരുന്നത്. അവറ്റകൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാവരും കൂടെ കൂടി ചേർന്ന് ചതിക്കുമായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ചതിയായിരുന്നു എനിക്കൊന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പറയണം. ഇത് കേട്ടത് രൂപ പറഞ്ഞു, അല്ല അത് പിന്നെ എന്ന് പറയണം, എങ്ങനെയെങ്കിലും സഹായിക്കണം. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ഇനിയിപ്പോ ആരുടെ മുന്നിൽ പോയി അപേക്ഷിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. ആരുടെ മുന്നിൽ പോയി തെണ്ടിയാലാ പൈസ കിട്ടുന്നതെന്നും അറിയത്തില്ല. പക്ഷെ എങ്ങനെയും പൈസ ഉണ്ടാക്കിയാൽ മതിയുള്ളൂ. അച്ഛനെ ഹോസ്പിറ്റലിൽ നടക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ രൂപ ഉള്ളാലെ ചിരിക്കുവാണ്. തന്റെ മോൾക്കിട്ടും മരുമോളിട്ടും പണി കൊടുക്കുന്നവനാണ് ഇവന്. എന്നിട്ട് ഇവൻ തന്റെ കാൽച്ചോട്ടിലേക്ക് തന്നെ അവസാനം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനിട്ട് ഒരു പണി കൊടുക്കണ്ടേ? അവസാനം രൂപ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.